ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും അറിയിക്കുന്നു. വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 17-ാമത്തെ വാക്യം, അവസാനത്തെ കൽപ്പനയായിരിക്കുന്ന ഒന്നിനെയും അന്യരുടെ ഒന്നിനെയും മോഹിക്കരുത്. അതിൽ നിന്ന് ചില യാഥാർത്ഥ്യങ്ങൾ നാം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം 6 വരെയുള്ളതായ കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 7ാമത് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളതെന്ന് നോക്കാം. 7ാമത്, അൺസേവ്ഡ് കവച്ചേഴ്സ് കനോട്ട് ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. രക്ഷിക്കപ്പെടാത്ത അത്യാഗ്രഹികൾ, മോഹികൾക്ക് ഒരിക്കലും ദൈവരാജ്യം കൈവശമാക്കുവാൻ സാധിക്കുകയില്ല. നമുക്കറിയാം, വലിയവനായ ദൈവം നമുക്ക് കരുണയും അനുഗ്രഹങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. ദൈവം അതിനുവേണ്ടി വളരെ താഴ്മയോടെ ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്ന് 2 പത്രോസ് 3:9 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്നേ ഉള്ളൂ. നോക്കുക, ദൈവം എല്ലാവരും മാനസാന്തരപ്പെടണം. അതിനുവേണ്ടി ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യങ്ങളിൽ നാം പ്രകാരം വായിക്കുന്നുണ്ട്. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം ആനന്ദമുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. വലിയവനായ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. പക്ഷേ അവൻ ഇന്ന് വളരെ ക്ഷമയോടുകൂടെ കാത്തിരിക്കുന്നു. സങ്കീർത്തനം 5:10 നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. സങ്കീർത്തനം 5:10, ദൈവമേ, അവരെ കുറ്റം വിധിക്കണമേ, തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ, അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ, നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയൊരു ക്രോധം അല്ലെ ന്യായവിധി നമ്മുടെ മേൽ വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സങ്കീർത്തനക്കാരൻ അതിനുവേണ്ടിയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. വീണ്ടും നാം യെഹെസ്കേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ അതിൻ്റെ 20-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. എന്നോട് മത്സരിച്ച് അതിക്രമിക്കുന്നവരെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. അവർ ചെന്ന് പാർക്കുന്ന രാജ്യത്തു നിന്ന് ഞാൻ അവരെ പുറപ്പെടുവിക്കും. എങ്കിലും ഇസ്രായേൽ ദേശത്ത് അവർ കടക്കയില്ല. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നോക്കുക, ദൈവം ഒരിക്കലും അവർക്ക് ആ സ്ഥലത്തേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്കറിയാം, എല്ലാ കൽപ്പനകളും നാം പ്രമാണിക്കാതിരിക്കുന്നത് മുഖാന്തരം മരണം നമ്മുടെ മേൽ വരുന്നു എന്ന് യാക്കോബ് 1:14-15, എബ്രായർ 10:28 കാണുന്നത് പോലെ ഇതിലൂടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മാനസാന്തരപ്പെടാത്തവർക്ക് ദൈവത്തിൻ്റെ വലിയ ശിക്ഷാവധി ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം
മോഹത്തിൽ നിന്ന്, അത്യാഗ്രഹത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ വലിയ ക്രോധം അല്ലെങ്കിൽ ശാപം നമ്മുടെ മേൽ വരും എന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നാം 1 കൊരിന്ത്യർ അതിൻ്റെ 6-ാം അധ്യായം 1 കൊരിന്ത്യർ 6-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നുവല്ലോ. നിങ്ങളെ തന്നെ വഞ്ചിക്കപ്പെടാതിരിപ്പാൻ ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമുകൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, ഗവേഷണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവ ദൈവരാജ്യം കടക്കുകയില്ല. അവർക്കൊരിക്കലും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കില്ല. അതേ കാര്യം തന്നെ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്ക് കാണാം. വെളിപ്പാട് പുസ്തകം 2:14-ലും 2:20-ലും അങ്ങനെയുള്ളവർക്ക് ദൈവസന്നിധിയിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, നാം ഏത് തുറയിലാണ് ഇരിക്കുന്നത്? നമ്മുടെ അവസ്ഥ എന്താണ്? നാം ഈ മോഹത്തിലൂടെ കടന്നു പോകുന്നവരാണോ? നമ്മുടെ ജീവിതത്തിൽ പശ്ചാത്താപം നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും നമുക്ക് ഈ മോഹവും അത്യാഗ്രഹവും മുഖാന്തരം വലിയവനായ ദൈവം നമുക്ക് തരുന്ന ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സ്വയമായിട്ട് സാധിക്കുകയില്ല. ഈ 10 കൽപ്പനകളും നമുക്ക് ഒരിക്കലും നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ അത് അനുസരിക്കുവാനോ അതിനെ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ടോ സാധിക്കുകയില്ല. എന്നാൽ വലിയവനായ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വേണം. അവൻ നമുക്ക് തരുന്ന ആ രക്ഷയിലൂടെ മാത്രമേ അത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് റോമാലേഖനം 9 മുതൽ 12 വരെയും, ഗലാത്യലേഖനം 2:16, 2:21, 3:23, 24 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവകൃപ വളരെ ആവശ്യമാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമേ ദൈവകൃപയാലും ദൈവകരുണയാലും മാത്രമേ ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് പിന്മാറി വലിയവനായ ദൈവത്തെ നമുക്ക് സേവിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കുകയുള്ളൂ. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കാം. നമ്മുടെ അവസ്ഥ എവിടെയാണ്? നാം സ്വർഗരാജ്യത്തിൽ പോകുവാൻ തക്കവണ്ണം, ദൈവത്തോടുകൂടെ വസിക്കുവാൻ തക്കവണ്ണം ഇങ്ങനെയുള്ളതായ അത്യാഗ്രഹങ്ങളെയും മറ്റുള്ള എല്ലാ സ്വഭാവങ്ങളും വിട്ടുമാറ്റി നമുക്ക് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ ജീവിപ്പാൻ വലിയവനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. ആത്മമിത്രം.